വന്നോ? കാണാനായിട്ട് കാത്തിരിക്കുമായിരുന്നു ഞങ്ങള്. ദേ എത്തിയമ്മയാള്. നീ എന്തൊരു പണിയാടായി കാണിച്ചത്? ആ പെങ്കൊച്ച് വിരുന്നിനായിട്ടല്ലേ നിന്റെ വീട്ടിലേക്ക് വന്നത്? അയ്യോ, ഞാൻ സത്യമല്ല അപ്പച്ചി പറഞ്ഞ. എന്ത് സത്യം? അതുകൊണ്ടെന്താ? ഉണ്ണിയേട്ടനും കരുണേടത്തെയും അടിച്ചു പിരിഞ്ഞു. രണ്ടാളും രണ്ടു വഴിക്കായി. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? ഡാ, ഉണ്ണിയാണ് നിന്റെ സ്വന്തക്കാരൻ, അല്ലാതെ കണ്ണനുമായിട്ടേ എനിക്കൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളപ്പോ ഉണ്ണിയുടെ ജീവിതം തകരുന്ന പ്രവൃത്തികള് നീ ചെയ്യാൻ പാടുണ്ടോ? അപ്പച്ചി, ഞാൻ ഉണ്ണിയുടെ ജീവിതം തകരാൻ വേണ്ടിട്ടല്ല അങ്ങനെ ചെയ്തത്. അപ്പച്ചി, കണ്ണനും മഹാലക്ഷ്മിയും കൂടി ഇന്നലെ കടയിൽ വന്ന് നെക്ലസ് വാങ്ങിട്ട് പോയി. അത് കരുണയുടെ കഴുത്തി കണ്ടപ്പോ കണ്ണനും മഹാലക്ഷ്മിയും കൂടി അവൾക്ക് കൊടുത്താണെന്നാ ഞാൻ കരുതിയത്. അതല്ലാതെ ഉണ്ണി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. ഇനി കരുണയെടുത്ത് തിരിച്ചു വരുമെന്ന് സംശയമോ മേഘേട്ടാ? എടാ, ശരിക്കും പ്രതാപൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതേ കരുണമോളെ തന്നെയാ. അവൾക്കൊരു കൂട്ടായിട്ടാ ലക്ഷ്മി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോ അവള് തല ഉയർത്തിപ്പിടിച്ച് കണ്ണനൊപ്പം കമ്പനിയിലേക്ക് പോയി. എന്റെ മരുമോളെ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ നിരാശയോട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് അടിച്ച് വെളിയിൽ കളയാനുള്ള ഒരു മാർഗം നോക്കപ്പച്ചി. അവള് ജാതകദോഷമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ജനിച്ചപ്പോഴേ അവളുടെ അച്ഛനങ്ങ് പോയി. അത് അവൾ അത്രയും ഭാഗ്യദോഷിയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാ ഞാൻ എന്റെ വഴിക്ക് അവൾ എന്നേക്കുമായി കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് പോകാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കാൻ പോവാ. ദാ, നിങ്ങളും കണ്ണനെ ചൂട് പിടിപ്പിക്കണം, എങ്കിലേ രക്ഷയുള്ളൂ. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അവളെപ്പറ്റി നമ്മൾ എന്ത് പറഞ്ഞാലും കള്ളമാണെന്നേ കണ്ണേട്ടം പറയും. ഓരോ ദിവസം കഴിയും തോറും അവരുടെ ബന്ധം അത്രത്തോളം ശക്തമായിക്കൊണ്ടിരിക്കുക. അതാദ്യം മുറിച്ച് മാറ്റിയേ പറ്റൂ. രണ്ടും രണ്ടിടത്തായേ പറ്റൂ. അതുവരെ കരുണ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ അപ്പച്ചി. ഇവിടേക്ക് വന്നാലും കണ്ണൻ അധികാരമുള്ള ഈ വീട്ടില് കരുണ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടില്ല. എന്നും കരുണയും ഉണ്ണിയും തമ്മിലുള്ള വഴക്കിനായിരിക്കും നിങ്ങൾക്കൊക്കെ സാക്ഷിയാകേണ്ടി വരുന്നത്. വീട്ടിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞു. എല്ലാത്തിനും കാരണക്കാരി അവളാകട്ടെ. അങ്ങനെ അവളെ വെറുക്കട്ടെ എല്ലാവരും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.